യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ദൈവവചനത്തിലൂടെ ദൈവനാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക വിഷയമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുന്നത് ചില നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. ദൈവം അതിനകത്ത് ഇടപെടാൻ കാരണമാകും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സമയത്ത് നടന്നൊന്നും വരില്ല ചിലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് അത് ഭംഗിയായി നടക്കും. അതിനൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ, അയച്ചു കൊടുത്തവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഷെയർ ചെയ്യുന്നവർ, ഗ്രൂപ്പിലിടുന്നവർ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഒരുപാട് ശുശ്രൂഷകരുണ്ട് പല ഭാഗത്തും. അവരെല്ലാം നന്ദിയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചിലപ്പോൾ തേക്കാൻ മറന്നുപോകും, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നുപോകും. ചിലപ്പോൾ പറയില്ലേ, ഞാൻ ഫോൺ വിളിക്കാൻ മറന്നുപോയി, മെയിൽ അയക്കാൻ മറന്നുപോയി, പൈസ എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ പെട്ടെന്ന് അറിയും, ഇതൊക്കെ മറന്നുപോയാൽ. ഇപ്പം വസ്ത്രം തേക്കാതെ പോയാൽ അന്നേരെ കാണുന്നവർ ചോദിക്കും, തേച്ചില്ലായിരുന്നോ, അലക്കിയില്ലായിരുന്നോ? തലമുടി ചെയ്യാൻ മറന്നു പോയാലോ അന്നേരെ ചോദിക്കും, നീ തലമുടി ചെയ്യാൻ മറന്നോ? തലമുടി ചെയ്യിട്ടില്ല. ഇതൊക്കെ മറന്നു പോയാൽ പെട്ടെന്ന് ഷൂ പോളിഷ് ചെയ്യാൻ, നീ ഫോൺ വിളിക്കാൻ മറന്നല്ലോ, നീ മെയിൽ അയക്കാൻ മറന്നുപോയില്ലേ, ഇതെല്ലാം പെട്ടെന്ന് ഓർമ്മപ്പെടുത്തും. പക്ഷെ ഒരാൾ പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും മറന്നുപോയാലോ ആരും ചോദിക്കത്തില്ല, ആരും പെട്ടെന്നൊന്നും അറിയുകയില്ല. ആരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ പുറത്തിറങ്ങിയ, നീ ഇന്ന് പ്രാർത്ഥിക്കാൻ മറന്നുപോയോ, നീ ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നുപോയോ? ആരും ചോദിക്കത്തില്ല. പക്ഷേ നാളുകളായി പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ മറന്നുപോയവരാ ജീവിതത്തിൽ ഒരുപാട് ചുളിവുകളായി നടന്നു പോകുന്നത്. ചിലരൊക്കെ ചെന്ന് ഇടിച്ച് താഴെ വീണു, വലിയ നഷ്ടങ്ങളിൽ ചെന്ന് പെട്ടു. അവരൊക്കെ നാളുകളായി പ്രാർത്ഥിക്കാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് പ്രാർത്ഥിച്ച മനുഷ്യനാണ് ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? അതൊക്കെ കുറവാണ്, ഒക്കെ അങ്ങനെ ഓർക്കാറില്ല, തിരക്കാണ്, സമയം കിട്ടാറില്ല. ബാക്കിയെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആൾക്കാരുണ്ട്. നമ്മൾ തലമുടി ചെയ്യുകയില്ലെങ്കിലും കണ്ണാടി പോയി നോക്കുമ്പോഴേ അറിയാം. ആ കണ്ണാടി നമ്മളോട് കാണിച്ചു തരും, നീ തലമുടി ചെയ്യാൻ മറന്നു, ബട്ടൺസ് ഇട്ടത് ശരിയായിട്ടില്ല, എല്ലാം ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ ആരും ഓർമ്മപ്പെടുത്തൂല. ജീവിതത്തിൽ ഒരുപാട് ചുളിവുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി പോകുന്നവരെ കാണുമ്പോൾ അറിയാം, ഇവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ എവിടെയൊക്കെയോ മറന്നുപോയി, തിരക്കിനിടയിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, വചനം ധ്യാനിക്കാൻ മറന്നുപോയി. മറന്നുപോവല്ല്. ആരും ചോദിച്ചൊന്നും വരില്ല, നിർബന്ധിച്ചൊന്നും വരില്ല. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തോടെ, വിജയത്തോടെ, നന്മയോടെ, സൗന്ദര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇത് മറക്കരുത്. പ്രാർത്ഥിക്കാൻ മറക്കരുത്. വചനം കേട്ട് ഒരു നിമിഷം ദൈവസന്നിധി ചെലവഴിക്കാൻ മറന്നു പോകരുതെന്ന്. ഇന്നൊരു വചനം കേൾക്കാം അതിനോട് ചേർന്ന്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്. പുറപ്പാട് 20-24. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം, എവിടെയായാലും എൻ്റെ നാമം അനുസ്മരിക്കാൻ, ഓർക്കാൻ, പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ എവിടെയൊക്കെ ഇടയായോ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവത്തെ ഓർക്കാൻ, 1 മിനിറ്റ് വചനം കേൾക്കാൻ സമയം കണ്ടെത്തിയോ, അവിടെ അടുത്ത അത്ഭുതം നടക്കും. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവത്തോടെയാണ് ദൈവത്തെയും കാണുന്നത്. നമ്മൾ പറയില്ലേ,
മനുഷ്യനൊരു ഇച്ചിരി പൈസ കൊടുത്താൽ കാര്യം നടന്നു കിട്ടും. അയാൾക്ക് ഇച്ചിരി പൈസ കൊടുത്താൽ അയാൾ കാര്യം ചെയ്തു തരും. നമ്മൾ അതേ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ച് ദൈവത്തിന് ഇച്ചിരി പൈസ കൊടുത്താൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അങ്ങനെ ചിന്തിക്കല്ലേ. മനുഷ്യന് പൈസ കൊടുത്താൽ ചിലപ്പോൾ കാര്യം നടന്നു കിട്ടും. ആ പേപ്പർ ശരിയാക്കി തരും, ആ ഒപ്പിട്ട് തരും, അല്ലെങ്കിൽ ആ കാര്യമൊക്കെ നടത്തി തരാൻ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമ്മൾ അതേപോലെ തന്നെ ചിന്തിക്കുക, മനുഷ്യനെ പോലെ തന്നെയാണ് ദൈവത്തിന് കുറച്ച് പൈസ കൊടുത്തേക്കാം, കുറച്ച് ഡൊണേഷൻ അങ്ങ് കൊടുത്തേക്കാം, കുറച്ച് പൈസ അവിടെ കൊണ്ട് ആ പെട്ടിക്കകത്തിട്ടാൽ എല്ലാ കാര്യവും ശരിയാവും. ഞാനത് എതിര് പറയുമല്ല. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. എൻ്റെ നാമത്തെ അനുസ്മരിക്കാൻ, ഓർക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവത്തോട് 1 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ആ ചുവടുകൾ വയ്ക്കാൻ. എൻ്റെ കാര്യം എല്ലാം ചെയ്യുന്നതിന് മുമ്പ് 1 മിനിറ്റ് ദൈവത്തെ ആലോചിച്ച്, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച്, ആ വചനം ധ്യാനിച്ച്, ആ വചനത്തിൽ ഏൽപ്പിച്ച് എൻ്റെ നാമം അനുസ്മരിക്കാൻ. അപ്പോൾ അനുസ്മരിക്കണം എപ്പോഴേലും അല്ല, വയ്യാതാവുമ്പോഴല്ല, കിടപ്പിലാവുമ്പോഴല്ല, എഴുന്നേക്കാൻ വയ്യാതെ വരുമ്പോഴല്ല, ആരോഗ്യമുള്ളപ്പോൾ തന്നെ, ഏറ്റവും നല്ല സമയത്ത് തന്നെ, ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അനുസ്മരിക്കാൻ. ആർക്കാണ് എങ്ങനെയൊക്കെ അങ്ങനെ അനുസ്മരിച്ചാൽ ആർക്കാ ഗുണം? ഞാനങ്ങനെ അനുസ്മരിച്ചാൽ ആർക്കാണ്ടോ ഗുണമല്ല, എനിക്ക് തന്നെ അതിൻ്റെ ഗുണം, എനിക്ക് തന്നെ അതിൻ്റെ അനുഗ്രഹം. അവരുടെ അടുക്കിലേക്കാണ് ദൈവം വരുന്നത്. മനസ്സിലായോ? പണം കൊടുത്ത ആളുടെ അടുത്തേക്കെന്നല്ല, ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുന്നവരുടെ അടുത്തേക്ക്. അതൊരു വീട്ടിലിരുന്നായിരിക്കാം, ഒരു യുവതി എന്ന നിലയിൽ നിങ്ങളായിരിക്കാം, ദൈവമേ എന്ന് വിളിക്കുന്ന ഒരാളായിരിക്കാം, ദൈവത്തിൻ്റെ വചനത്തെ ദിവസവും ധ്യാനിക്കുന്ന ആളായിരിക്കാം, ആ വചനത്തിനു വേണ്ടി നിൽക്കുന്ന ആളായിരിക്കാം, ആ വചനത്തെ അനേകർക്ക് അയച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കാം, അനേകരിലേക്ക് ആ വചനം കേൾക്കാൻ ഒരു വഴി തുറക്കുന്ന ഒരാളായിരിക്കാം. കാര്യം നിസ്സാരമായിട്ടൊക്കെ തോന്നും. പക്ഷെ വചനം പറയുക, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ അടുക്കലേക്ക് വന്ന് അവരുടെ അടുത്തേക്ക് ഞാൻ വരും. വേറൊന്നും ചെയ്യണ്ട. എന്നിട്ടോ ഒരു ഹായ് പറഞ്ഞു പോകുന്നല്ല, നിങ്ങളെ ബ്ലസ് ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പ്രശ്നത്തിനകത്താണോ? കുഴഞ്ഞു മറിഞ്ഞൊരു വിഷയത്തിനകത്താണോ? എങ്ങനെ പുറത്തു കിടക്കുമെന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കോടികൾ മുടക്കിയാലും എൻ്റെ പ്രശ്നം തീരുകയില്ലെന്നൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം നിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും, നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും, നിൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ ദൈവം നിൻ്റെ കരം പിടിക്കാൻ തുടങ്ങും. ഞാൻ മുട്ടി തുറക്കാൻ ശ്രമിച്ച എല്ലാ വാതിലും ആരോ എൻ്റെ മുമ്പിൽ കൊട്ടി അടച്ചിരിക്കുന്നു. സാരമില്ല, അടുത്ത വാതിൽ നിനക്ക് വേണ്ടിയുള്ളതാണ്, അടുത്തത് തുറക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ വരും. ദൈവം നിനക്ക് വേണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം വീട്ടിലിരുന്നാണോ കേൾക്കുന്നത്, ആ വീട്ടിലേക്ക് ദൈവസാന്നിധ്യം വരും. ഈ വചനം ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുക. യാദൃശ്ചികമായി അവനത് കേട്ടെന്നിരിക്കട്ടെ, അവൻ്റെ ഭവനത്തിൽ ഞാൻ നിമിത്തമായി ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങും. അതൊരു ചെറിയ ഉപകാരമല്ല. ഒരാൾക്ക് ദൈവത്തെ കൊടുക്കുക, ദൈവവചനത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കോടാനുകോടി രൂപ കൊടുക്കുന്നേക്കാൾ വലിയ സമ്മാനമാണ്. കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അത്. കാരണം അതിലൂടെ ഒരു വ്യക്തി രക്ഷപ്പെടും, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വഴിത്തിരിവാകും. ചിലപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് അവർ കയറി വരാൻ കാരണമാവും. ചിലപ്പോൾ അവരുടെ ജീവിതത്തെ, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഡിപ്രഷൻ എന്ന കൂരിരുട്ട്, നിരാശയുടെ കൂരിരുട്ട് മാറാൻ അവരൊറ്റ കാര്യമായിരിക്കും കാരണമായ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. നാളെ ഡെയിലി ബ്ലെസ്സിങ് നിയോഗ പ്രാർത്ഥനയൊക്കെ കൂടുന്ന ഒരു കാര്യം അറിയിക്കട്ടെ. നാളെ 5:30 ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുന്ന ഒരു സമയമുണ്ട്. നാളെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിയോഗ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഒരു കൂട്ടായ്മ പോലെ ഓൺലൈനായിട്ടാണ്. ഒരു 15 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളും അത് ഷെയർ ചെയ്യുന്നവർ, അയക്കുന്നവർ എല്ലാവരെയും ഒന്ന് ഓർത്ത്, സാധ്യമായവരെല്ലാം ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചൊക്കെ പറ. ഒരു 10 മിനിറ്റ് ദൈവസന്നിധിയിൽ ടൈം പീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് അല്പം നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഒരു 15 മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു കുടുംബമാണല്ലോ, ഒരു കുടുംബമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും.
അതിന്ന് നടക്കട്ടെ. ഈ വചനം ഇന്ന് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കേട്ടത് കുറേ പൈസ കൊടുത്ത് മേടിച്ചെടുക്കുന്ന നന്മകളെക്കുറിച്ചല്ല. എൻ്റെ നാമം അനുസ്മരിച്ച് അതിന് 5 പൈസ ചിലവില്ല. അതിന് കുഞ്ഞൊരു നല്ല മനസ്സ് മതി. അതിന് പണം വേണ്ട. കീശയിൽ 1 രൂപ 10 രൂപ എടുത്ത് തെന്നിച്ച് നോക്കേണ്ട കാര്യമില്ല. അതിന് നല്ലൊരു മനസ്സ് മതി. ആ ഇരിക്കുന്ന കസേരയിൽ ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ മതി. ദൈവമേ, അങ്ങനെ ഞാൻ ധ്യാനിക്കുന്നു, ആ വചനം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭവനത്തിനകത്ത് വരണം, എൻ്റെ ജീവിതത്തിനകത്ത് വരണം, എൻ്റെ നിയോഗത്തിനകത്ത് വരണം, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരണം. പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കും. ആ കുഴഞ്ഞു മറിഞ്ഞ വിഷയമില്ലേ, കോടികൾ മുടക്കിയാലും ഈ പ്രശ്നത്തിനൊന്നും പരിഹാരമാകില്ലെന്ന എനിക്ക് തോന്നുന്നേന്ന് നിങ്ങൾ പറയുന്ന ആ വിഷയമില്ലേ, അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. കലങ്ങിയ വെള്ളം തെളിയുന്ന പോലെ അതിനകത്തൊരടയാളം കാണും. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും, ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്നും, പതർച്ചകളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ. സമാധാനം തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ചൊവ്വാഴ്ച ദിവസം 5:30 ഒരുമിച്ച് കാണുന്ന കാര്യം മറക്കല്ല്. ഒരു കൂട്ടായ്മയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്, സമയമാണ്. രാവിലെ ഇന്ത്യൻ സമയം 5:30 തന്നെ സാധ്യം. എല്ലാവരും ഒരുമിച്ച് കൂടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു അനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. നാളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സാധ്യമായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം, അറിയിക്കണം. ദൈവസ്നേഹത്തെ പ്രതി അത് അറിയിക്കുക. നാളെ 5:30 കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.